പഴയ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട നിലമ്പൂരിൻ്റെ ഓർമ്മകളൊക്കെ അമ്മേൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു മുതിർന്ന വോട്ടറാണ് മാണിക്കുട്ടിയമ്മ അല്ലേ? 99 വയസ്സായി എന്നാ പറഞ്ഞേ. 99 വയസ്സായിണ്ടോ? ഉണ്ട്. ഇപ്പൊ വന്നിട്ട് മുഖ്യമന്ത്രിയൊക്കെ കണ്ടല്ലോ. കണ്ടു. എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി? എന്താ ഒരു സന്തോഷാണ്. അതേമാതിരി അപ്പം സന്തോഷാണ്. പാർട്ടിക്കാരിയാണോ? അത് നിൽക്കട്ടെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അതാണ്. ഇന്നിപ്പോൾ നിങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞിങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഞാനും ഉണ്ടാവും. ഇപ്പം എം സ്വരാജാണ് ഇത്തവണ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. സ്വരാജ് ജയിക്കൂലേ? ജയിച്ചെന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട്. ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ശൈലജ ടീച്ചറെ കണ്ടു, രാധാകൃഷ്ണൻ നമ്മുടെ MP യെ കണ്ടു, നമ്മുടെ സ്ഥാനാർത്ഥിയൊക്കെ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഒരു ആവേശമൊക്കെ തോന്നിയോ? തോന്നിയപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലേ അമ്മ കമ്മ്യൂണിസ്റ്റ് തന്നെയായിരിക്കും വോട്ട് ചെയ്യാറുണ്ടാവും അല്ലേ? അങ്ങനെ നോക്കാം. ഇപ്പൊ ആരുടെയൊക്കെ കൂടെ വന്നിരിക്കുന്നത്? അത് മക്കളാണ് ഒപ്പം. മക്കൾക്കൊക്കെ ഒരു മക്കളിപ്പോൾ കണ്ടോ ഞാൻ കാട്ടിയപ്പോൾ മക്കൾക്കൊക്കെ പേടിയുണ്ട്, പക്ഷേ മാണിക്കുട്ടിയമ്മയ്ക്ക് പേടിയൊന്നുമില്ല. എന്തായാലും അമ്മ ഇപ്പം മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞു, ബാക്കി നേതാക്കളെയൊക്കെ കണ്ടു. ആവേശത്തിൽ അമ്മ മുന്നോട്ട് പോവുകയാണ്. ഇത്തവണ ഗംഭീരമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം ഉറപ്പായിട്ടും. ആയിക്കോട്ടെ. എന്തായാലും മാണിക്കുട്ടിയമ്മ അങ്ങനെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയൊക്കെ കണ്ടു എന്നുള്ള സന്തോഷം അവരെ സംബന്ധിച്ച ഉണ്ട് താനും. എന്തായാലും അമ്മ സുഖമായിട്ടിരിക്കും, ഭംഗിയായിട്ട് പോട്ടെ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ അമ്മ മുഖ്യമന്ത്രിയൊക്കെ കണ്ട് ഇനിയിപ്പം വീട്ടിലേക്ക് പോവല്ലേ? ആയിക്കോട്ടെ, അപ്പോൾ സന്തോഷമായിട്ടിരിക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവട്ടെ കേട്ടോ. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.